കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂസിലൊന്നാണ്. വളരെ സ്പെസിഫിക് ആയിട്ടുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഐ ഷുഡ് മെൻഷൻ ഇറ്റ്. കാരണം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂസിലൊന്നാണ് ഈ എൽഡർ കെയർ, അല്ലെങ്കിൽ ഈ മുതിർന്ന ആൾക്കാരെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽഡേഴ്സ്, ഐ ആം സോറി, ഞാൻ ഒരിക്കലും അവരെ പെർട്ടിക്കുലർലി പറയുകയല്ല, പക്ഷേ ഐ നോ ദ റീസൺ ബിക്കോസ് ഞാൻ ഒരുപാട് പേരോട് എനിക്ക് വളരെ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ബട്ട് അതിൽ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, കുറച്ച് ഈഗോയിസ്റ്റിക്കാണ് മുതിർന്ന ആൾക്കാർ. അപ്പോൾ ഈ ഈഗോയിസ്റ്റിക് ആകുമ്പോൾ മോസ്റ്റ്ലി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. ഈഗോയിസ്റ്റിക് എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമായിട്ടല്ല. കാരണം അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ഇപ്പം എൻ്റെ പേരൻസ് പോലും, ഇപ്പം ആയിക്കോട്ടെ ഈ യൂണിറ്റ് ഇപ്പം 1-2 ഫ്ലാറ്റുകൾ എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ പേരൻസിനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്താലും അവർ വരാറില്ല. ബിക്കോസ് ദേ ജസ്റ്റ് നീഡ് ടു ലീവ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്പേസ്. എവിടെയാണോ അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെ കാര്യങ്ങളെന്നൊക്കെ മാറാൻ അവർ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്ന് നിൽക്കും. അപ്പോൾ ഇത് ഈ എൽഡർ കെയർ സംഗതിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മ വരുന്നൊരു കഥ. വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ കോട്ടയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആയിക്കോട്ടെ പെർട്ടിക്കുലർ കേസ് വന്നത് ആളുടെ പേര്, ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് നെയിം, ബട്ട് മോഡി എന്ന്, ഐ ആം കോളിംഗ് ഹിം ആസ് ബോണി. അപ്പോൾ ഈ ബോണി സാർ എന്തെങ്കിലും വരുന്നത് ഞങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ട്, പപ്പായും മമ്മിയുണ്ട്, അവർക്കൊരു ഫ്ലാറ്റ് നോക്കുന്നു. പക്ഷേ ആളെന്തൊക്കെ പറഞ്ഞത് ജയശങ്കറെ അറിയത്തില്ല അവർ വരുമോയെന്ന്. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് ഒരു 6 hours സാറിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. 2-3 പ്രോജക്റ്റുകൾ പോയി കണ്ടു, സംസാരിച്ചു. ഇവൻ മാഡം കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹി ജസ്റ്റ് ടോൾഡ് മീ ലൈക്ക് ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ബ്രിങ്ങിങ് മൈ ഫാദർ ഹിയർ. ആൾ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടുമെന്നൊക്കെ പറയും. എന്തായാലും ഒരു 3 days ആളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഞാൻ നമ്മൾ ഇതുപോലുള്ള കേസസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഐ ഓൾസോ എക്സ്പെക്റ്റഡ്, കാരണം ആൾ വരാൻ പോകുന്നു. കാരണം ഞാൻ ഇതുപോലുള്ള കേസസ് കണ്ടിട്ടുണ്ട്. അപ്പം പേരൻസ് നോർമലി സമ്മതിക്കുന്ന കുറവാണ്. അപ്പം അന്ന് ഞാൻ ഫാദറിൻ്റെ ഏജ് ചോദിച്ചപ്പോഴും ഹീസ് എത്ര 70+ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷേ ദ ബെസ്റ്റ് പാർട്ട്, ആ വീക്കിൽ ബോണി സാറിൻ്റെ കൂടെ ഫാദർ വന്നു ആൻഡ് പുള്ളിക്കാരൻ്റെ അമ്മച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം വി ഹാഡ് സൈറ്റ് വിസിറ്റ്സ്. അപ്പോൾ അതിലൊരു പെർട്ടിക്കുലർ പ്രോജക്റ്റ്, ഒരു 2 bedroom വിത്ത് സൈറ്റൊക്കെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ടിരുന്ന ഒരു പ്രോജക്റ്റിൽ വി ജസ്റ്റ് വെന്റ്. ആൻഡ് ഇവരുടെ ബട്ട് അന്ന് ഒരു ലക്ലി ഐ കുഡ് സേ ഇവരുടെ ഫാമിലി പ്രോപ്പർട്ടീസുമായിട്ട് വളരെ അടുത്തായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് നിന്നുകൊണ്ടാണ്. അപ്പം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മച്ചിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിക്കാരത്തി പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വെച്ചുകാരുന്ന പ്രശ്നമൊക്കെ അങ്ങ് മാറി കിട്ടുമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ എന്തായാലും അമ്മച്ചിക്ക് ഷീ ലൈക്ഡ് ഇറ്റ്. ആൻഡ് എന്താ പറയുക, അപ്പച്ചന് എതിര് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ സെയിൽ നടക്കുന്നു. ഇന്ന് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് കപ്പിൾസ് എന്ന് പറയണം. ഇത്ര ഏജ് ആയെങ്കിലും അവരുടെ അത്ര ഇൻഫ്ലുവൻസ് ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർക്ക് അവരുടെ ഇപ്പം ഈ മകനൊക്കെ ചിലപ്പം വിദേശത്തു നിന്നൊക്കെ വരുന്നത് വല്ലപ്പോഴും ഒക്കെയാണ്. ആൾക്ക് ബോഡി സാറിനൊക്കെ US നിന്നൊക്കെ വരാനുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും. പക്ഷേ ദിസ് പീപ്പിൾ ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് എന്താ പറയണ്ടേ കമ്പനി, ഐ ഷുഡ് സേ. കാരണം ഇപ്പം എന്താ പറയുക, അവർക്ക് അതിന് മാത്രം ഫ്രണ്ട്ഷിപ്പും ഒരു സർക്കിളുമാണ് അവരുടെ ഒരു വേവ് ലെങ്തിൽ പറ്റുന്ന ആൾക്കാരെ ആ പ്രോജക്റ്റിൽ കിട്ടുന്നത്. നൗ ദേ ആർ വെരി